ഗൈസ് കുറേ വീഡിയോ പ്ലാൻ ചെയ്താണ് ഗൈസ്. ബ്രേക്ക് ഡൗൺ വീഡിയോ അന്ന് ഇസ്ലാമിൻ്റെ ചെയ്തോലെ. പക്ഷേ ഗിൽസൺ ആണെങ്കിൽ ബാംഗ്ലൂരാണ്. കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വന്ന അഞ്ചോലോട്ട് കിക്ക് ബോക്സിംഗ് പരിചയമുള്ള പയ്യൻ അവൻ കമ്മിറ്റഡാണ് അവിടെ കറങ്ങാൻ പോയേക്കണേ. ഞാൻ മാത്രമുണ്ട് ഗൈസ്. ഫോറെവർ സിംഗിളായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും. കിച്ചനെ 2 തെറിയും വിളിച്ചേക്ക്. അപ്പോൾ ഗൈസ് എൻ്റെ കണക്കുള്ളില്ലേ, അലക്സ് പെരേരാസ് path to victory in this fight. Low kicks and finish up with the hook. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടാ. അങ്കലവ് സൗത്ത് പോയാണ്. അപ്പം സൗത്ത് പോയായ അങ്കലവ് അറിയാമല്ലോ ഗൈസ്. അങ്കലവിൻ്റെ പൊസിഷൻ ഇതായിരിക്കും. ലീഡിലേക്ക് വന്നത് ഇവിടെ. അപ്പോൾ അറിയാമല്ലോ അങ്കലവ് ബോക്സ് ഈ സ്റ്റാൻഡ്സ് ആണ്. ഇവിടെ കുറേ വെയിറ്റ് ആയി. നമ്മുടെ പോട്ടാൻ ചേട്ടൻ ചാമയുടെ പൊസിഷനാണല്ലോ. നമ്മുടെ ചാമ സാധാരണ കാഫ് കിക്ക്. ഇവിടെ പുള്ളിയുടെ കാഫ് കിക്ക് ടെലിഗ്രാഫ് ചെയ്യാത്ത കിക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ടെലിഗ്രാഫ് എന്ന് പറയുമ്പോൾ അറിയില്ല. ഇപ്പൊ നമ്മ ഒരു പഞ്ച്, ഈ പഞ്ച് ഞാൻ എറിയാൻ പോണുണ്ടെന്ന് കാണി അപ്പോൾ ഇതിനെ മനസ്സിലാക്കി എന്റെ ബോഡിയുടെ ടെല്ല് വെച്ച് പറ്റും. പക്ഷെ എന്റെ ബോഡിയുടെ വേറൊരു ഭാഗത്ത് മൂവ്മെന്റ് ഇല്ലാണ്ട് എന്താ ഈ ഒരു ഭാഗത്ത് മാത്രം മൂവ് ചെയ്യുമ്പോ അപ്പോണന്റിന് മനസ്സിലാവൂല. അതാണ് ടെലിഗ്രാഫ് ആൻഡ് നോൺ ടെലിഗ്രാഫിക്കിന്റെ വ്യത്യാസം. അലക്സ് ഇത്ര സക്സസ്ഫുൾ ആവാൻ കാഫ് കിക്കിന്റെ കാര്യം അലക്സ് ടെലിഗ്രാഫി ഇല്ല. ഒരു വൈൻഡപ്പും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ലെഗ് പൊസിഷനിൽ നിന്ന് അലക്സിന്റെ കിക്കിങ് അങ്ങനെ വരും. പക്ഷെ അതിന് സാധാരണ ആൾക്കാരുടെ ടെലിഗ്രാഫി കിക്കിന്റെ അത്രയും പവറും ഉണ്ടാവും, ടെലിഗ്രാഫി ചെയ്യാത്ത ഡിസപ്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് അലക്സ് സച്ച ഹൈയസ്റ്റ് ലെവൽ കിക്ക് ബോക്സർ അങ്ങനെയൊക്കെ. അപ്പൊ ഈ പൊസിഷനിൽ നിൽക്കുന്ന മുഹമ്മദ്, ഈ പൊസിഷനിൽ നിൽക്കുന്ന അങ്കലത് ഇങ്ങനെ കിക്കറിഞ്ഞില്ലേ ഗൈസ്. സാധാരണ ഇക്കില്ലേ ഗൈസ്. കാഫി കുറച്ച് ലോയാണ്, ബാഗ് ചെറുതായതുകൊണ്ട് ഞാൻ ഇത്ര ഹൈൽ അടിച്ചാണ്. സാധാരണ ഇക്കോല് എറിയുമ്പോ അതുപോലെ ഈ പൊസിഷൻ കാരണം ഷിൻ ടു ഷിൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ നിന്നുള്ള കിക്കും ഇവിടെ നിന്നുള്ള ഇതും ഷിൻ ടു ഷിൻ രണ്ടുപേർക്കും ഡാമേജ് എടുക്കണം കൂടെ. അതുകൊണ്ട് അലക്സ് മിക്കവാറും ഔട്ട് സൈഡത്തെ ലെഗ് കിക്കാനാ സാധ്യത കൂടുതൽ. അലക്സിന്റെ ഒരു ഔട്ട് സൈഡത്തെ ലെഗ് അടിപൊളി കിക്കണ്ട അലക്സിന് നോക്കിക്കോട്ടെ. ഇനി എന്നിട്ട് ഇങ്ങനെയൊന്നല്ല ഗൈസ്. അലക്സിന്റെ ഒരു കോടി അടിപൊളി പ്രാവശ്യം അടിപൊളി കിക്ക് ബോക്സർ ആയതുകൊണ്ട് എനിക്കത് ഇമിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ബാഗ് വേണമല്ലേ ഞാൻ കാണിച്ചാൽ. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് അലക്സിന്റെ കുറച്ച് കിക്സ് ഉണ്ട്. ഇവിടെ നിന്ന് ഒട്ടും ടെലിഗ്രാഫ് ഇല്ല, പക്ഷെ പവറാണ്. ജിറിക്കട്ടെ കുറെ അടിച്ചായിരുന്നു ഒരു സാധനം. ആ കിക്ക് നമ്മുടെ ബോക്സിങ് ഹെവി വെയിറ്റിരിക്കണ അങ്കലവിന് കൊടുത്തു കഴിയുമ്പോ ഈ കിക്ക് ഒരു 10-11 കിട്ടിയ പിന്നെ അങ്കല വണ്ണനി നോക്കി ഇവിടെ നനച്ചേട്ടൻ കെട്ടിപ്പിടിക്കാനുള്ള സ്പീഡ്നെസ് അതിനൊക്കെ പവർ ഇവിടെ നിന്നാ വന്ന. പിന്നെ അങ്കലവിന്റെ കൗണ്ടേഴ്സ് ഇല്ലേ, ഒരു കിടില ഒരു ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാവും. പിന്നെ ഒരു ലെഫ്റ്റ് കിക്ക് ഉണ്ട്, അത്യാവശ്യം ലെഫ്റ്റ് കിക്ക് ഉണ്ട്. അതൊക്കെ ചെയ്യാനുള്ള വെയിറ്റേജ് കുറയും. അലക്സ് ഒരു കാര്യമുണ്ട്, അലക്സിന്റെ കാർഡിയോ തളർന്നിട്ട് എവിടെ നിന്നോ റിക്കവറായി വന്ന ഡ്രൈക്കസ് ചേട്ടൻ്റെ ഒരു കോപ്പിടിയാണ്. 4th and 5th റൗണ്ടിലൊക്കെ അടസാനിയിട്ട് എങ്ങനെയാണ് അലക്സ് റിക്കവർ ആയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കൂടുവത്ര പൂജ ചെയ്താൽ പോലും അങ്ങനെ കിട്ടാൻ പോണില്ല ഗൈസ്. അപ്പം അലക്സ് ഒരു 4th റൗണ്ട് 5th വരെ ഒക്കെ അങ്കലവിൻ്റെ റെസ്ലിംഗ് ഒക്കെ സർവൈവ് ചെയ്തിട്ട് ഒരു 4th 5th റൗണ്ട് ആക്കിയതില്ലേ ഈ കാർത്തിക് ജാൻ ബ്ലോവിച്ചിനെ പോലെ ടെലിഗ്രാഫ് ചെയ്യാത്ത പവർഫുൾ ആയ കാഫ് കിക്ക് ആക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ വണ്ണം പോവും. 4th റൗണ്ട് വരെയൊക്കെ ഹെവി ആണെങ്കിൽ ഗൈസ് റൈറ്റ് ലെഫ്റ്റ്. അപ്പൊ അങ്ങനെ ഇക്കുന്ന സമയത്ത് പിന്നെ ചാമക്കൊരു ഇത്രേ കാര്യമുള്ളൂ. നമ്മുടെ ചാമയുടെ അല്ലേ ഈ ഞാൻ പറഞ്ഞില്ലേ അക്യുമുലേറ്റഡ് ആയ കാഫ് അത് 4th റൗണ്ട് 5th റൗണ്ടും കുറെ അങ്കല കിട്ടിക്കഴിയുമില്ലേ പിന്നെ ഈ അങ്കല വണ്ണാൻ നമ്മുടെ ഒരു ചെറിയ ടേക്ക് ഡൗൺ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ സെറ്റപ്പ് ചെയ്താലും പകുതി സ്ലോയും പകുതി എക്സ്പ്ലോസീവ്നെസ് ഉണ്ടാവുള്ളൂ ലെഗ് ഡാമേജ് ആയ. പിന്നെ അലക്സിന് എപ്പോഴും ഒരു നീ മറ്റേ നേരത്തുള്ള നീ ടേക്ക് നോട്ട് ഡിഫെൻഡ് ചെയ്യാം.
30-45% ഈസിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അലക്സിന്റെ ഗെയിം പ്ലാൻ കാഫ് കിക്ക് തന്നെ ആയിക്കോളൂ, ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇൻകമ്മിങ് എക്സ്ക്യൂസസ്. അപ്പോൾ ഞാൻ ഈ പറയണ ലോജിക്കിനോട് നിങ്ങൾ യോജിക്കണുണ്ടാകുന്ന പറയാം. യോജിക്കണില്ലെങ്കിൽ നിങ്ങൾ എതിരഭിപ്രായം പറഞ്ഞു. ഞാൻ ഒരുപാട് കമൻറ്റും ഇതും കണ്ടിട്ടുണ്ട്. ഐ ഹേറ്റ് അലക്സ് പെരേര. ഗൈസ്, അലക്സ് പെരേരനെ ഹീറ്റ് ചെയ്യാനായിട്ട് അവനിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? നിങ്ങൾ വായോടെ സംസാരിക്കാത്തവണ് ഞാൻ എന്ത് ഹീറ്റ് ചെയ്യാനാ? ഞാൻ ആകെ അലക്സിനെ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. MMA അർത്ഥം ഒന്നാണ് മിക്സ് മാർഷൽ ആർട്സ്. പല ആർട്ട് ഫോമിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ചാമ്പ്യൻ. ഒരു മിക്സ് മാർഷൽ ആർട്സിൽ 185 ടൈറ്റിൽ ഷോട്ട്. ഇസ്രായേൽ അഡസാനിയായിട്ട് ഹിസ്റ്ററി ഉണ്ടായിക്കോട്ടെ. കിക്ക് ബോക്സിങ്ങിൽ പ്രൂവ് ചെയ്ത ഒരാൾക്ക്, MMA സ്ട്രൈക്കറായ ഒരാൾക്ക് ഒരു റെസ്ലർ അല്ലെങ്കിൽ റെസ്ലിങ്ങിനെ അറിയപ്പെടുന്ന ഒരു ചലഞ്ച് കൊടുക്കാണ്ട് 185 ടൈറ്റിൽ ഷോട്ടിലോട്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് എനിക്ക് ഒട്ടും മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റിയിട്ടില്ല. ഇത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാൻ നിങ്ങളോട് ആരും പറയണമെന്നില്ല. അലക്സ് ബെലറ്റോറിലോ 1FC ഒരു MMA ഓർഗനൈസേഷനിൽ പ്രൂവ് ചെയ്തിട്ട് വന്ന ആളാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്താലും അഡസാനിയ സ്റ്റോറി ലൈൻ ഉള്ളതുകൊണ്ട് നമുക്കിത് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ കിക്ക് ബോക്സിങ്ങിൽ സ്ട്രൈക്ക് ചെയ്ത് വന്ന മാത്രം ഒരാൾക്ക് ഒരു സ്ട്രൈക്കിംഗ് മാച്ചസ് മാത്രം കൊടുത്ത് ടൈറ്റിൽ ഷോട്ട് 3 ഫൈറ്റിൽ കൊടുത്തത് എനിക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇപ്പോൾ ടാങ്ക് ബോക്സർ UFC വന്ന് ടാങ്കിന് ബോക്സിങ് മാത്രം ചെയ്യണം, കിക്ക് പോലും അറിയാത്ത, ഗ്രാപ്ലിങ് പോലും ചെയ്യാത്ത ആൾക്കാരെ മാത്രം ഫൈറ്റ് കൊടുത്താൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അങ്ങനെ 2 പേർക്ക് കൊടുത്തിട്ട് ടൈറ്റിൽ ഷോട്ട് കൊടുത്ത ഞാൻ എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. കിക്ക് ബോക്സിങ്ങിൽ പ്രൂവ് ചെയ്തെന്നും പറഞ്ഞ് MMA ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ പാടില്ല. MMA പ്രൂവ് ചെയ്ത് MMA ഫാസ്റ്റ് ട്രാക്ക് ചെയ്തോ, അതുകൊണ്ടാണ് ഞാൻ ഡിസ്ലൈക്ക് ചെയ്തത്. അതുകൊണ്ട് 185 പുള്ളി ഭയങ്കര വെയിറ്റ് പുള്ളിയുമായിരുന്നു, 40 പൗണ്ടൊക്കെയാണ് കട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഗൈസ്, എന്നിട്ട് 205 വന്ന് വേറെ ആൾക്കാർ എന്തെങ്കിലും ആവട്ടെ. എൻ്റെ റീസൺ ഇതാണ് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള. ഞാൻ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് താല്പര്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ അങ്കണ്ണന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യം കൂടി പറയട്ടെ, എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ അങ്കലമണ്ണന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അങ്കലണ്ണവൻ്റെ ഫുള്ള് ബിഗ് അങ്ങിന്റെ ഫുള്ള് ഇതായിരിക്കുള്ളൂ. എങ്ങനെയെങ്കിലും പുള്ളി ഒരു ഫേക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കാലിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തായ സമയത്ത് നമ്മുടെ അലക്സ് അണ്ണൻ ഇങ്ങനെ സ്റ്റഫ് ചെയ്യുന്ന വെച്ചോ, ഈ കാലം വെച്ച് ഇങ്ങനെ സ്റ്റഫ് ചെയ്യുന്ന വെച്ചോ. ഈ ഒരു പൊസിഷനിൽ നിന്ന് അങ്കലവിന് ഈ ടേക്ക് ഡൗണിലോട്ട് കമ്മിറ്റ് ചെയ്യാണ്ട് ഇത് കണ്ട അങ്ങനെ കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ ഈ റെസ്ലിങ്ങും സ്ട്രൈക്കിങ്ങും മിക്സ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് അങ്കൽ ഇവന് മറ്റേ ട്രാപ്സ് ഒരുക്കി സെറ്റപ്പ് ചെയ്ത് ഈ ഫൈറ്റ് കൊണ്ടുപോകാം. എൻ്റെ ഇപ്പോഴത്തെ പ്രഡിക്ഷൻ 55-45 അങ്കലം. പിന്നെ ഗൈസ്, ന്യൂ സ്റ്റുഡിയോ, മൈ ക്യാമറ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുക. 3-4 പേര് ഡൊണേറ്റ് ചെയ്തായിരുന്നു 200 വെച്ചൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു ബിഗ് എമൗണ്ട് ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ല ക്യാമറ, പിന്നെ ഇവിടുത്തെ മൈക്ക് സെറ്റപ്പ്, ഇതൊക്കെ ഒരു സെറ്റപ്പ് പോലെ ആക്കി എടുക്കണം. അതൊക്കെയാണ് ഭാവിയിലെ പ്ലാൻ. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക, ഷെയർ, സപ്പോർട്ട്, കമൻറ്റ് ചെയ്യുക. അലമ്പാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തു.